ഇതാണ് ഗ്രേറ്റ് സെൻറ്റ് മേരീസ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ചർച്ച്. ഇതിനു മുമ്പ് പലതവണ ഈ പള്ളിയുടെ മുന്നിൽ കൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്. പലതവണ ഞങ്ങൾ ഈ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ ടവറിലൊന്ന് കയറാൻ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇന്ന് എന്തായാലും കയറിയേക്കാമെന്ന് വിചാരിച്ചു. ടിക്കറ്റൊക്കെ എടുത്തു. ഈ ടവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 123 സ്റ്റെപ്പുള്ള സ്റ്റെയർ കേസ് കയറി മേളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് 360 ഡിഗ്രിയിൽ ഈ കേംബ്രിഡ്ജ് മുഴുവൻ കാണാൻ പറ്റും. ചർച്ചിൽ കയറാനും പ്രാർത്ഥിക്കാനും പള്ളിയൊക്കെ കാണാനും വേണ്ടിയിട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ടവർ ടൂറിന് മാത്രമാണ് പൈസയുള്ളത്. 7 പൗണ്ട് അഡൾട്ടിനും 4.5 ചൈൽഡിനും 19 പൗണ്ട്സ് ആണെങ്കിൽ ഫാമിലി. ഈ സ്റ്റെപ്പ് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളാരും വിചാരിച്ചില്ല ഇത് ഇങ്ങനത്തെ സ്റ്റെപ്പായിരിക്കുന്നു. ഈ ചുറ്റുകോവണിയില്ലേ, അതുമാതിരി കേട്ടോ എൻ്റെ സ്റ്റെപ്പ്. ഒരാൾക്ക് മാത്രം അങ്ങോട്ട് കയറാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാനോ പറ്റത്തുള്ളൂ ഒരു ടൈമിൽ. എന്താണെങ്കിലും കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച അടിപൊളിയായിരുന്നു. 4 ദിക്കുകളും കാണാൻ വേണ്ടി കമ്പി കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തൂടെ ഈ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇങ്ങനെ ഓരോ ദിക്കുകളിൽ നിന്നും കാണുന്ന ബിൽഡിങ്ങുകളുടെ പേരൊക്കെയുള്ളൊരു ബ്രോഷർ അവർ കയറുന്നതിന് മുമ്പ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നേ. അത് പക്ഷേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കാണുന്നില്ല. എനിക്കറിയാവുന്ന ബിൽഡിങ്ങുകളുടെ പേരുകളൊക്കെ ഈ സ്ക്രീനിൽ കൊടുക്കാവേ. ഇതിൻ്റെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഈ സ്റ്റെപ്പ് എങ്ങനത്തെയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത് കേട്ടോ. ഒരേ സമയം ഒരാൾക്ക് മാത്രമേ മേലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അതായത് ബാക്ക് ടു ബാക്ക് ആയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 പേര് ഒരേ സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല ഒരു സമയത്ത്. അതിൻ്റെ സൈഡിൽ കൂടെ കമ്പിയും കയറും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതേ പിടിച്ച് വേണം കയറാൻ വേണ്ടിയിട്ട്, അല്ലാതെ കയറാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ കുറച്ച് സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞ് കഴിയുമ്പം അവിടെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്കൊന്ന് ഇങ്ങനെ ശ്വാസം എടുക്കാൻ വേണ്ടി നിൽക്കാം. അത്ര മാത്രമേ പറ്റത്തുള്ളൂ. താഴേന്ന് നമ്മളെ ഗ്രൂപ്പായിട്ടാണ് മുകളിലോട്ട് കയറ്റി വിടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഏതെങ്കിലും ഗ്രൂപ്പ് മുകളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം മാത്രമേ മുകളിലോട്ടുള്ള ആൾക്കാരെ കയറ്റി വിടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് കൂട്ടിമുട്ടി അങ്ങോട്ടും കയറാൻ പറ്റില്ല ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാവും. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചില അനൗൺസ്മെൻ്റൊക്കെ അവർ തരും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇറങ്ങാനാകുമ്പോൾ അവർ അനൗൺസ്മെൻറ്റ് തരും. ഇനിയിപ്പം ആ ഗ്രൂപ്പിൽ പോയ ആൾക്കാർക്ക് അപ്പം ഇറങ്ങണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയും ഇനി അടുത്ത അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ ഇറങ്ങാൻ പാടില്ല എന്ന്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരു ഇത്തിരി വയ്യായ്കയോ കാലുവേദനയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇച്ചിരി വയ്യായ്കയോ ഉള്ളവരാണെങ്കിൽ ഇത് കയറാൻ നിൽക്കരുത്. കയറി തുടങ്ങിയാൽ പിന്നെ നമുക്ക് മേലെ എത്താണ്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. മേലെ എത്തിയാൽ പിന്നെ നമുക്ക് എന്തായാലും താഴെ ഇറങ്ങുക വേണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അവരെ വിളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത്തിരി എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കയറാൻ നിൽക്കരുത്. കാരണം ഞാനിത് കയറുമ്പോൾ 9 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്റ്റെപ്പ് കയറണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു സ്റ്റെപ്പാണെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾ ഇതിന് മുന്നേ ഇതിനെക്കുറിച്ച് കേട്ടിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ലായിരുന്നു. അപ്പം കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഒരു തരത്തിൽ കയറി ഒരു തരത്തിൽ ഇറങ്ങി. പക്ഷേ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താ പറയുക, മേലെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ബെൽസ് ഉണ്ട്. ഒരു 12 ബെല്ലാന്ന് തോന്നുന്നു. എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല. ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം ആ ബെല്ല് അടിക്കും. അത് താഴെ നിന്ന് കുറേ ആൾക്കാർ നിന്നിട്ട് ആ ബെല്ലുകൾ ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭയങ്കര സൗണ്ട് ഉണ്ടാവും. നല്ല രസമാണത്. കുറേ ടൈമിലേക്ക് അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളവിടെ കയറിയ സമയത്ത് അത് കേൾക്കാൻ പറ്റി കേട്ടോ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ആ ബെല്ലുള്ള ഭാഗം നമുക്ക് കയറി പോകുമ്പോൾ കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാമെന്നുള്ളത്. പിന്നെ ആ സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഉള്ള പെർമിഷൻ ഇല്ല. കാരണം അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് അവരത് അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കേംബ്രിഡ്ജ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.